ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന അവിയൽ വെക്കാൻ പോവുകയാണ്. അതിന് ഞാൻ പെട്ടെന്ന് വേകുന്ന സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ അവിയൽ വെക്കുമ്പോൾ പെട്ടെന്ന് വേകുന്ന സാധനങ്ങളെന്ന് പറയുമ്പം കൂടുതൽ വെള്ളം കൂടുതലുള്ളതായിരിക്കും. പടവലങ്ങയല്ല, വെള്ളരിക്കായും അല്പം മത്തങ്ങായും അതുപോലെ കുമ്പളങ്ങായും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഇതിനകത്ത് കുറച്ചൊഴിച്ചാൽ മതി. ഞാൻ ഒരു ചേമ്പ് കഷ്ണം ഇടുന്നുണ്ട്. കട്ടിയെന്ന് പറയുന്നത് അതിനകത്ത് ആ ചേമ്പ് കഷ്ണവും ഉള്ളൂ അതിനകത്ത്, അല്ലാതെ ബാക്കിയുള്ളതെല്ലാം അതിനും വലിയ ഒരു ആവി കൊണ്ട് വേവുന്നതാണല്ലോ ചീമച്ചേമ്പിൻ്റെ ഒരു വിത്ത്. അത് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതെല്ലാം കൂടെ അരിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ച് വേവിച്ച് ഒരു ശകലം പുളിയും പിഴിഞ്ഞ് ഒഴിക്കണം. എല്ലാം ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. എല്ലാം അവിയലിനെല്ലാം നീളത്തിലാണ് അരിയുന്നത്. ഒരേ ഘനത്തിൽ അരിഞ്ഞെടുക്കണം. അന്നേരം ആ കഷ്ണങ്ങളെല്ലാം ഒരുപോലെ വെന്ത് കിട്ടും. അതുപോലെ തേങ്ങായും ജീരകം, ചുമന്നുള്ളി, അല്പം കരിവേപ്പില, ഇതെല്ലാം കൂടെ, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി എല്ലാം കൂടെ ഞാൻ അരച്ചെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്ന അവിയലും നല്ല സ്വാദാണ് കേട്ടോ, നല്ല സ്വാദാണ്. ഇതൊന്ന് എണ്ണ വരട്ടി ചെയ്യുന്നതാണെങ്കിൽ അല്പം കൂടെ നല്ലതായിരിക്കും. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ വഴറ്റിയിട്ട് ഇതിനകത്ത് പുളിവെള്ളം മാത്രം ഒഴിക്കുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സ്വാദ് കൂടുതൽ. ഞാൻ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇത് വേവിക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കരുത് താനും, കാരണം ഇതിനകത്ത് വെള്ളം കൂടുതലുണ്ട് ഈ സാധനത്തിനെല്ലാം. അപ്പം നമ്മൾ അതിനനുസരിച്ച് വെള്ളമേ ഒഴിക്കാവൂ. ഇതിനകത്ത് ഞാൻ കൂടുതൽ മത്തങ്ങായും ഒരു ശകലം മത്തങ്ങായ, കുമ്പളങ്ങായ, ഒരു കത്രിക്ക ഞാൻ ഇട്ടായിരുന്നു. അത് പക്ഷേ അത് കീറിയപ്പം അതിന് കേടായിരുന്നു, എന്ന് കളഞ്ഞു. എടുക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അതിനകത്ത് ആകം കറുത്ത എന്തോ ഒരു ഇതുണ്ടായിരുന്നു, അതെനിക്ക് കളഞ്ഞു. ഇതൊന്ന് മുറിച്ച് നോക്കി, അതിനകത്തൊട്ടും എടുക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരു കറിക്കായ ഇടുന്നുണ്ട്. അത് ഞാനിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അരിഞ്ഞ് കഴിഞ്ഞ് ഉപ്പും ഒരു ശകലം കരിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് അല്പം വെള്ളവും ഒഴിച്ച്, ഒത്തിരി വെള്ളം വേണ്ട, അല്പം വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പേ വെക്കുക. ഈ സാധനത്തിൽ നിന്ന് തന്നെ വെള്ളം തിരിച്ചിറങ്ങാറുണ്ട്. ഞാൻ പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ച് അടയ്ക്കുക കേട്ടോ. അതുപോലെ ഞാൻ അരച്ച് വെച്ചേക്കുക. വെന്ത് തുടങ്ങിയുണ്ടോ, തിളച്ച് ഇനി അരപ്പ് ചേർക്കാറായിട്ടുണ്ട്. അരപ്പ് ചേർക്കുവാണ്.
പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു അവിയലാണ്. അതുകൊണ്ടാണ് ഈ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്താലല്ലേ ഞങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു ഒരു പ്രോത്സാഹനമാവുകയുള്ളൂ. നിങ്ങൾ സാധാരണ നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളെപ്പോലുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിയൽ